ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സനാസ് വേൾഡ്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഒരു റമദാൻ വ്ളോഗ് 3 ആയിട്ടാണ്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയാലോ. ഇത് ബ്രെഡ് പൊരിച്ചാ തോന്നുന്നുണ്ട്. ഇത് മുളക് ബജ്ജി, ഇത് പഴംപൊരി, പിന്നെ നമ്മുടെ മുട്ട ബജ്ജി, പിന്നെ ഉള്ളിവട. ഇത്ര ഐറ്റംസാണ് ഉമ്മ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഇന്ന് ചിക്കൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ കറി തയ്യാറാക്കുകയാണ്. ഇത് എൻ്റെ സ്പെഷ്യലാണ്. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. ഇത് ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സബോളയാണ് വേണ്ടത്. അത് നന്നായി വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കിയെടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. അപ്പോൾ ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ നല്ലപോലെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അത് ചേർക്കുക. ഇനി ഇതിലേക്കൊരു ദോശ നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കോഴിമുട്ട, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ കൂടി ചേർക്കുക. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇനി നമുക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് പാൽ അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ പാൽ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡറാണ് വേണ്ടത്. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ട് കസ്റ്റാർഡ് പൗഡറിൻ്റെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സ്പെഷ്യൽ ഐറ്റമിലേക്കുള്ള ദോശ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചീസാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഗാർലിക് ചീസാണ്.
എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ്.